അവർ വാർദ്ധക്യത്തിലെത്തിയാൽ അവർക്ക് നേരെ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. അവരോട് ഛേ എന്ന് പോലും നിങ്ങൾ പറയരുത്. ഇതെല്ലാം മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ മക്കളെ കുറിച്ച് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. മക്കളുടെ പ്രാർത്ഥന മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ മക്കളാകുമ്പോ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എന്താണ്? റബ്ബിർഹംഹാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, അവർക്ക് നീ കാരുണ്യം കൊടുക്കണം. അവർക്ക് രണ്ടുപേർക്കും നീ കാരുണ്യം കൊടുക്കണം. നിരുപാധികമായിട്ടല്ല പറഞ്ഞത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അവർ കാരുണ്യം തന്നതുപോലെ. ഇതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുക ഈ ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ്. ഖുർആനിലെ ഓരോ പദപ്രയോഗവും ഓരോ യൂസേജും അത്ഭുതകരമാണ്. ഒരു പിതാവിനും കുട്ടിക്ക് ചെറുപ്പത്തിൽ കാരുണ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥന സ്വാഭാവികമായും ബാധകമാകില്ല. അപ്പോൾ കുട്ടി പ്രാർത്ഥിക്കുന്നത് കുട്ടിക്ക് ചെറുപ്പത്തിൽ കാരുണ്യം കൊടുത്തതിന് തിരിച്ചു പടച്ചവനെ കാരുണ്യം കൊടുക്കണമെന്നതാണ്. അവ കുട്ടിക്ക് ചെറുപ്പത്തിൽ കാരുണ്യം കൊടുത്തിട്ടില്ലെങ്കിലോ എന്താണ് കാരുണ്യം? എന്റെ സ്വാർത്ഥതയ്ക്ക് പറ്റിയ രൂപത്തിലുള്ളൊരു കളിപ്പാട്ടമായി കുട്ടിയെ മനസ്സിലാക്കുകയാണോ കാരുണ്യം? അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് കുട്ടിയെ കൂടി കൊന്നുകളഞ്ഞ് ഞാനും മരിച്ചു കളയാം എന്ന് തീരുമാനിക്കുന്നത്. എന്താ കാര്യം? ആസ്വാദനത്തിനിടക്ക് ആസ്വാദനത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രം കുട്ടി ആസ്വാദനം അവസാനിക്കുമ്പോൾ ആ ബൈ പ്രൊഡക്റ്റും വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രസക്തമാകുന്നത്. നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇവിടുത്തെ അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ, ഇവിടുത്തെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ അവരെ എത്ര മുത്തക്കുകളായിട്ടും എത്ര നല്ലവരായിട്ടും എത്ര നന്നായിട്ടും എത്ര ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടും അവർ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത തലത്തിലെത്തിയാൽ പോലും അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ ചെറുപ്പത്തിൽ അവരോട് നമ്മൾ കാരുണ്യം കാണിച്ചിരിക്കണം. അവർക്ക് വേണ്ടി അല്ലാഹു പഠിപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങനെയാണ്, ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ്. അതേസമയം മാതാപിതാക്കളോടുള്ള ബാക്കി കടമകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് മേലെ കാരുണ്യത്തിന്റെ ചിറക് കാഴ്ചവെക്കണമെന്ന് പറയുമ്പോൾ ഉപാധി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. അവരങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അത് ചെറുപ്പത്തിൽ ഭാരം സഹിച്ച് പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഗർഭം ഭരിച്ചതെന്നെല്ലാം പറയുന്നു എന്നല്ലാതെ ഉപാധി പറയുന്നില്ല. അതേസമയം മക്കളുടെ പ്രാർത്ഥനയുടെ രംഗത്ത് ഉപാധി പറയുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഉള്ള പ്രതികരണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള തിരിച്ചറിവില്ലതാണ്. മുസ്ലിം സമൂഹം സത്യത്തിൽ, കേരളീയ മുസ്ലിം സമൂഹം ഇത്തരം രംഗങ്ങളിൽ കുറെയെല്ലാം മാറി നിൽക്കുന്ന സമൂഹം തന്നെയായിരുന്നു. എന്താ പൊതുരംഗങ്ങളിലെല്ലാം മറ്റെല്ലാ പ്രദേശങ്ങളിലും ആത്മഹത്യയുടെ നിരക്ക് വലിയതായി നിന്നപ്പോ മലപ്പുറം ജില്ലയിൽ ആത്മഹത്യയുടെ നിരക്ക് താഴെയായിരുന്നു. മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, മറ്റെന്ത് അധാർമിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയുള്ള ചില രംഗങ്ങളിൽ ചില സവിശേഷമായ വ്യതിരിക്തതകൾ പുലർത്തിയിരുന്നു കേരളീയ മുസ്ലിം സമൂഹം. പക്ഷെ ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രതി നമ്മുടെയെല്ലാം സ്വീകരണ മുറികളിലിരിക്കുന്ന വിഡ്ഢിപ്പെട്ടി തന്നെയാണ്. ഒപ്പം തന്നെ ഒരു നിയന്ത്രണവുമില്ലാതെ നമ്മൾ മക്കളെ ഏൽപ്പിച്ച
കീബോർഡും മൗസും. ഇതിന് നിയന്ത്രണം ഉണ്ടായിട്ടില്ലെങ്കിൽ, ആദ്യം നമുക്കും പിന്നീട് മക്കൾക്കും ഉണ്ടായിട്ടില്ലെങ്കിൽ, നാം നമ്മുടെ മക്കളെ നമ്മുടെ ശത്രുവാക്കി തീർക്കുകയാണ്. എന്റെ വാപ്പ സെർച്ച് എഞ്ചിനിലൂടെ പോയ ഹിസ്റ്ററിയിൽ പോയിട്ടാണ് ഞാൻ പോർണോഗ്രാഫിക് സൈറ്റുകളിൽ എത്തിയത് എന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മളോട് പറയുന്നത്. ആ കുട്ടി ഏത് ധാർമ്മികതയുള്ളവനായിത്തീരുന്നു നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ കുട്ടി വാപ്പാനെ പഠിക്കാണ്. വാപ്പ പോയോടത്ത് പോയാൽ തന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുമെന്ന് കുട്ടി അറിഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നെറ്റിലെല്ലാം നമ്മൾ പോയി ഹിസ്റ്ററി ഒന്ന് വായിച്ചു കളഞ്ഞാൽ നമ്മുടെ മക്കൾ ക്രാക്ക് ചെയ്ത് ഹിസ്റ്ററിയെ തിരിച്ചെടുക്കാൻ സമർത്ഥന്മാരാണ് നമ്മളെക്കാൾ എന്നുള്ള തിരിച്ചറിവും നമുക്കെല്ലാം ഉണ്ടായാൽ നല്ലതാണ്. ഞാൻ പറയുന്നത് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ നിരീക്ഷിച്ചത് കൊണ്ട് തന്നെയാണ്. ദുബായിലെല്ലാം ഗൾഫ് നാടുകളിൽ സന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളുടെയും മക്കളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കൽ നിർബന്ധമായി വരുമ്പോൾ, അവരുടെ മാനസികാവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം വികൃതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വൈകൃതത്തിൽ നിന്നാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നർക്കിടയിൽ, മുസ്ലിം വിദ്യാസമ്പന്നർക്കിടയിൽ എന്ന് തന്നെ പറയട്ടെ, നടക്കുന്ന വിവാഹങ്ങളിൽ നല്ലൊരു ശതമാനം വല്ലാതെ ആയുസ്സില്ലാതെ തെറ്റിപ്പിരിയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? അന്വേഷിക്കുമ്പോഴാണ് വിവാഹത്തെക്കുറിച്ച് അവർക്ക് ലഭിച്ച വിവരങ്ങൾ ഇത്തരം മാധ്യമങ്ങളിൽ നിന്നാണ് എന്നുള്ള വസ്തുതയും, അങ്ങനെ കേവലം തലച്ചോറിൽ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ഒരുപാട് കുത്തിവരകളുമായി, സ്ലേറ്റും നിറച്ചും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചോക്ക് കൊണ്ടുള്ള വരകളാൽ സമൃദ്ധമായി വൃത്തികേടായി ആ സ്ലേറ്റുമായിട്ടാണ് കുട്ടി പുതിയ യുവാവും യുവതിയും വൈവാഹിക രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. അവിടെ ആ സ്ലേറ്റിൽ പുതുതായിട്ടൊന്നും എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഉള്ള രൂപത്തിൽ ചലിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമത്തിൽ സ്വാഭാവികമായും കാലിടറിപ്പോവുകയും ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാം നിയന്ത്രിച്ചേ തീരൂ. ഇങ്ങനെയല്ല ബായിന്റെ കുട്ടി, ഞാനിനിയിപ്പോ എന്താ ചെയ്യാ? ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ഇതേ വിഷയം സംസാരിച്ചപ്പോ, ഞങ്ങളെ പാരന്റ്സിനും വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം സംസാരിച്ചപ്പോ പാരന്റ് പറഞ്ഞതാണ്, ഇപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ നെയ്യപ്പമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കുട്ടി ഇപ്പോൾ ഏകദേശം ചപ്പാത്തി ആയിട്ടുണ്ട് എന്നും അത് വട്ടത്തിൽ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ചുട്ടെടുത്തു പോയി, ഇനി എന്ത് ചെയ്യണം? അത് ഞാൻ കൊടുത്ത മറുപടി, ഇനി നിങ്ങൾ നല്ല സ്വാദുള്ള കറി ഉണ്ടാക്കണം. ആ കറിയിൽ മുക്കിയിട്ട് ഈ ചപ്പാത്തി തിന്നണം, വേറെ നിർവാഹമൊന്നുമില്ല. അഥവാ ഇനി ചെയ്യാൻ കഴിയുക ആ കുട്ടിയുടെ സാഹചര്യങ്ങളെ മാറ്റി തീർക്കലാണ്. അടിസ്ഥാന വ്യക്തിത്വമായി തന്നെ സ്ഥിതി ചെയ്യും. ഇനി ധാർമ്മികമായ ഉത്ബോധനങ്ങളിലൂടെ ആത്മീയമായ അറിവ് നൽകിക്കൊണ്ട് ആ അറിവിലൂടെ യഥാർത്ഥത്തിൽ ഒരു ബോധപൂർവമായ മാറ്റമാണ് ഇനി ഉണ്ടാകേണ്ടത്. അടിസ്ഥാന വ്യക്തിത്വത്തിലുള്ള മാറ്റമല്ല.
ആ ബോധപൂർവമായ മാറ്റത്തിന് വൈജ്ഞാനികമായ, ഇസ്ലാമികമായ, ആത്മീയമായ പരിപോഷണത്തിനും അതിലൂടെ മാത്രമേ കഴിയൂ. ഇനി അതാണ് ശ്രമിക്കേണ്ടത്. അതും അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമയം കഴിഞ്ഞു. അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന സമയം കഴിഞ്ഞു. അതിന്റെ കാലവും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിന് തൃപ്തമായ രൂപത്തിൽ, അവന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ നൽകാൻ കഴിയണം. ഞാൻ വളരെ റിലാക്സ്ഡായി ഒരു സംസാരത്തിന്റെ, പ്രഭാഷണത്തിന്റെ എല്ലാ ശൈലിയും ഒഴിവാക്കി വെച്ചുകൊണ്ട് ഇക്കാര്യം നിങ്ങളോട് പറയാൻ കാരണം, എന്റെ പദങ്ങളിൽ വരുന്ന പതർച്ചകൾ പോലും നിങ്ങൾക്ക് ഇല്ലാത്തൊരു മെസ്സേജ് നൽകരുതേ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. അഥവാ നാം ഒരു പുതിയ നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭൗതിക വീട്ടിലെ സാഹചര്യങ്ങൾ മാറിയേ പറ്റൂ. 3 വയസ്സ് വരെയുള്ള കുട്ടിയുടെ സമയത്ത് ഈ വിഡ്ഢിപ്പെട്ടി ഓഫാക്കി വെച്ചേ പറ്റൂ. ന്യൂസല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചിലര്, ഒരു 125 ന്യൂസ് ചാനലുണ്ട്, അതിന്റെ നടുവിൽ വരുന്ന പരസ്യം ബാക്കി എല്ലാ തെറിനെക്കാട്ടിയും വലുതാണ്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു മീഡിയയെ അല്ലെങ്കിൽ എല്ലാ വിവരത്തിൽ നിന്നും എല്ലാ മീഡിയയിൽ നിന്ന് നമ്മളെ കണ്ണുമ്പി ദുനിയാവില് വല്ല ഗുഹയിൽ പോയി ഒളിക്കണം എന്നൊന്നുമല്ല. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചേ പറ്റും. അതിന് നിങ്ങളെ പറയാറുണ്ട്, നിങ്ങൾ ഏതായാലും കേടുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും പറയാനില്ല, എന്നാൽ പുതിയ തലമുറയെങ്കിലും കേടെടുക്കാതെ അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അപകടകരമായ വിധാനത്തിലേക്കാണ് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രംഗത്ത് ശക്തമായ ഒരു സ്വയംബോധത്തിനും തിരുത്തലിനും കുട്ടികളെ കൃത്യമായ രൂപത്തിലുള്ള പരിശീലനത്തിനും പരിവർത്തനത്തിനും വിധേയമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അവിടെ നമ്മുടെ നിലപാടുകൾ പ്രധാനമാണ്, നമ്മുടെ ത്യാഗം പ്രധാനമാണ്. ഒട്ടി നന്നാകണമെങ്കിൽ നമ്മൾ കുറച്ച് എന്റർടൈൻമെന്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അവിടെയെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്റർടൈൻമെന്റ് നൽകാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പൊ കുട്ടിയെ 24-ാമത്തെ ആഴ്ച മുതൽ കുട്ടി കേൾക്കാൻ തുടങ്ങുന്നതാണ്. എന്നാൽ ആ സമയത്ത് മാതാവ് സ്ഥിരമായി നല്ല ഖുർആൻ ഖിറാഅത്ത് കേട്ടു നോക്കൂ, നല്ല ഉപദേശങ്ങളുള്ള പ്രസംഗങ്ങൾ കേട്ടു നോക്കൂ. അത്ഭുതകരമായിരിക്കും കുട്ടിയുടെ പ്രതികരണം. നിങ്ങൾക്ക് ഖുർആനിട്ടാൽ കുട്ടി ഉറങ്ങുന്നത് കാണാം സുഖകരമായി. സ്ഥിരമായി നിങ്ങൾ കേൾക്കണം. ആ കുട്ടി നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുന്ന മാതാവാണെങ്കിൽ കുട്ടി അതിന് അംഗവിക്ഷേപങ്ങൾ നടത്താൻ കഴിയുന്ന സമയമാകുമ്പോഴേക്ക് അവൻ അവനാണെങ്കിൽ പ്രഭാഷണത്തിന് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ ഉപദേശങ്ങളുടെ സ്വാധീനമെങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതൊന്നും ബോധപൂർവം കിട്ടുന്നതല്ല, മറിച്ച് അബോധപൂർവം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മാറണം. ഈ രംഗത്ത് നമ്മുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകണം. മാതാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അങ്ങനെ മക്കളുടെ പ്രാർത്ഥനകൾ പൂർണ്ണമായി ലഭിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.